പ്രതിഷേധകമായ വാർത്തകളിലേക്ക്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ കത്തിക്കാളി ജമാഅത്തെ ഇസ്ലാമി വിവാദം. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി കാന്തപുരം AP സുന്നി വിഭാഗം രംഗത്തെത്തി. UDF മതവർഗീയവാദികളുമായി ഉണ്ടാക്കിയ കൂട്ടുകെട്ട് അപകടകരമാണെന്ന് ആവർത്തിച്ചാണ് CPIM അവസാനഘട്ട പ്രചാരണത്തിന് കരുത്തുകൂട്ടുന്നത്. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ UDFന് ഒരു വൈഷമ്യവുമില്ലെന്ന് UDF തിരിച്ചടിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ തുടർച്ചയായി സ്വീകരിച്ചവരാണ് LDF എന്ന വാദവും UDF ഉയർത്തുന്നു. വെൽഫെയർ പാർട്ടി അടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമി അവരെ ആശയത്തിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞ് അവരെ വെള്ളപൂശുന്നത് അപകടമാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന VD സതീശന്റെ പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിച്ച് AP സുന്നി വിഭാഗം എത്തിയതോടെയാണ് പിന്തുണ വിവാദം വീണ്ടും കത്തിപ്പടരുന്നത്. VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അപകടകരമാണിത്. നിലപാട് മാറിയതായി ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചിട്ടില്ല. മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിൻവാങ്ങിയെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയാണ് വലിയ അപകടം ഉണ്ടാക്കുക. അത് വേണ്ട പോലെ പഠിക്കാതെ ജമാഅത്തെ ഇസ്ലാമിനെ മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് ഈ അഭിപ്രായം പറഞ്ഞതെന്നാണ് നമുക്ക് തോന്നുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും PDPയും ഒരുപോലെയല്ലെന്നും റഹ്മത്തുള്ള സഖാഫി. PDP നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പോലെ കണ്ടുകൂടാ. നമ്മൾ PDPന്റെ രാഷ്ട്രീയത്തോട് യോജിപ്പുള്ളവരല്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണമെന്നോ ഉള്ള അപകടകരമായ വാദമുള്ള ഒരു പാർട്ടിയല്ല. നിലമ്പൂരിലെ നിലപാട് പ്രഖ്യാപനം ഉടനെന്നും സഖാഫി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ വിവാദം തന്നെ ചർച്ചയാക്കി നിർത്തുകയാണ് LDF. വർഗീയത ഉയർത്തിപ്പിടിക്കുകയും മതനിരപേക്ഷതയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും മതരാഷ്ട്രവാദം ഉയർത്തുകയും ചെയ്യുന്ന ആളുകളുമായി ഒരു നീക്കുപോക്കോ ഒരു ബന്ധമോ ഒന്നും സാധ്യമല്ല. അത് ശക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. വെൽഫെയർ പാർട്ടി UDFന്റെ അപ്രഖ്യാപിത കക്ഷിയാണ്. ലീഗിന്റെയും UDFന്റെയും നയരൂപീകരണം നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന ആക്ഷേപം ഉണ്ട്. മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണെന്നും M സ്വരാജ്. UDFന്റെ ഭാഗമായി നിൽക്കുന്ന മതനിരപേക്ഷവാദികൾ, അത് ഏതെങ്കിലും പാർട്ടിക്കകത്തായാലും പാർട്ടിക്ക് പുറത്തായാലും, അവരെ നിരാശപ്പെടുത്തുന്ന ഒരു തീരുമാനമാണത്. അത് അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ വിശദീകരിക്കേണ്ടി വരും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായി LDFന് ഒരു കാലത്തും ബന്ധമില്ലെന്ന് MV ഗോവിന്ദൻ. UDFന്റെ വർഗീയ കൂട്ടുകെട്ട് നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾ തിരിച്ചറിയും. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല. മുമ്പുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. അൻവറിനെ ഒപ്പം കൂട്ടാത്തവർ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുന്നതിൽ എന്ത് ന്യായീകരണമാണുള്ളതെന്നും CPIM ചോദിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി വർഗീയ കൂട്ടുകെട്ടെന്ന ഇടതാരോപണം ചെറുക്കാനാണ് UDF നേതാക്കളെല്ലാം ശ്രമിക്കുന്നത്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് CPIM ശ്രമമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PMA സലാം. വെൽഫെയർ പാർട്ടി വർഗീയമാണ് എന്നാണ് വാദമെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സുദീർഘമായി അത് ചെയ്തവരാണ് മാർക്സിസ്റ്റ് പാർട്ടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഇന്ത്യ മുന്നണിക്കായിരുന്നു. തമിഴ്നാട്ടിലെ 2 സീറ്റിലുൾപ്പെടെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ അവരുടെ വോട്ട് വാങ്ങിയിട്ട് ഇപ്പോൾ CPIM ഉളുപ്പില്ലാതെ വിമർശിക്കുകയാണ്. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ നൽകിയതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നുവെന്ന് K മുരളീധരൻ. 2019 പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഒന്നും ബഹളം ഉണ്ടാക്കാത്തവര് ഇപ്പൊ എന്താ എന്തോ ഒരു ഭൂകമ്പം നടന്ന പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് കത്തുന്നു. എന്ത് കത്തുന്നു? പിന്തുണ വിവാദം കത്തുന്നു. അങ്ങനെ കത്തേണ്ട ഒരു തീ ഉണ്ടായിട്ടില്ല അവിടെ. ഇതൊക്കെ ഷൂ പോലെ പോകുന്നതാണ്. BJP പ്രചാരണം തണുപ്പിച്ച് LDFനെ സഹായിക്കുകയാണെന്നും K മുരളീധരൻ ആരോപിച്ചു. UDFന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ യാതൊരു വൈഷമ്യവുമില്ലെന്ന് MM ഹസൻ. ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ്. ഞങ്ങൾക്ക് യാതൊരു വൈഷമ്യവുമില്ല. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയാൽ MV ഗോവിന്ദൻ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്നും ഹസന്റെ പരിഹാസം. ചുരുക്കത്തിൽ നിലമ്പൂരിൽ ക്ഷേമ പെൻഷനും നിലമ്പൂർ ജില്ലാ രൂപീകരണ ചരിത്രവുമെല്ലാം പഴയ വിഷയങ്ങളായിരിക്കുന്നു. LDF നിശ്ചയിച്ച ജമാഅത്തെ ഇസ്ലാമി പിന്തുണ വിവാദ അജണ്ടയിൽ ചുറ്റിത്തിരിഞ്ഞാണ് നിലമ്പൂരിൽ നിന്ന് പുറത്തുവരുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെയും. ടീം ന്യൂസ് മലയാളം, മലപ്പുറം.